2015 UDF സർക്കാർ ഒപ്പിട്ട വൈദ്യുതി കരാർ LDF സർക്കാരാണ് റദ്ദാക്കിയത്. അതാണ് ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി കാരണം. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമാണെന്ന് മുൻപ് തന്നെ എല്ലാ തലങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ ക്രമരഹിതമായ പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭ്യമായിക്കൊണ്ടാണ് ഈ കരാർ നടപ്പാക്കേണ്ടിയിരുന്നത്. അതിന് UDF സർക്കാർ തയ്യാറായില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരക്കുകൾ തീരുമാനിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ LDF സർക്കാർ മുൻപാകെ വന്നതാണ്. പക്ഷേ ഞങ്ങളെടുത്ത നിലപാട് നേരത്തെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയതാണ്. അതായത് ആ കരാറ് ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കിയാൽ ആ കരാറിൻ്റെ ഭാഗമായി ലഭ്യമാകുന്ന വൈദ്യുതി ഇല്ലാതെ വരും. അത് വലിയ പ്രതിസന്ധി കേരളത്തിലുണ്ടാക്കും. അപ്പോൾ അത് തുടരട്ടെ എന്ന നിലപാടാണ് LDF എന്ന് സ്വീകരിച്ചത്. അതാണ് സർക്കാർ നിലപാടായി സ്വീകരിച്ചത്. ഇവിടെ വൈദ്യുതി കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലായിരുന്നു. ഈ അനുമതികൾ ലഭിക്കാതെ 2015 UDF സർക്കാർ കരാർ ഒപ്പിടുകയാണ് ചെയ്തത്. റെഗുലേറ്ററി കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി വേണമായിരുന്നു. ടെൻഡർ ക്രമപ്രകാരമല്ല എന്ന നിലപാടാണ് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ചത്. ഇപ്പോൾ വൈദ്യുതി ആവശ്യകതയുടെ പേരിൽ കരാറുമായി മുന്നോട്ട് പോകാനാണ് അന്ന് സംസ്ഥാനം തയ്യാറായത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ അതിൽ നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ടെൻഡറിലെ അപാകത ചൂണ്ടിക്കാണിച്ച് 2015 കരാർ വന്നത്. 2016 മുതൽ LDF സർക്കാരാണ്. 2022 റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാർ റദ്ദാക്കുന്ന ഉത്തരവിട്ടത്. 7 വർഷക്കാലമായി തുറന്നു പോകുന്ന കരാർ പെട്ടെന്ന് റദ്ദ് ചെയ്തെന്നത് വൈദ്യുതി ലഭ്യതയെ ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായി. റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ച നിലപാടിനോട് സർക്കാരിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അടിയന്തര സാഹചര്യം മുൻനിർത്തി പൊതു താൽപ്പര്യം കണക്കിലെടുത്ത് സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം സെക്ഷൻ 108 ഓഫ് ദ ഇലക്ട്രിസിറ്റി ആക്ട് 2023 അത് ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ നയപരമായ നിർദ്ദേശം നൽകി. ആ അധികാരം സർക്കാരിനുണ്ടായിരുന്നു. ആ അധികാരം LDF സർക്കാർ വിനിയോഗിച്ചു. അതനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചു. അപ്പോഴേക്ക് മറ്റൊരു പ്രശ്നം വന്നു. വൈദ്യുതി നൽകുന്ന കമ്പനികൾ അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകി. അതിൻ്റെ ഭാഗമായി അപ്പലറ്റ് ട്രിബ്യൂണൽ
കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തെ ശരിവെച്ചു. ഇത്തരം നിലപാടുകൾ വന്നപ്പോൾ സർക്കാർ അവിടെ കൈയും കെട്ടിയിരിക്കുകയല്ല ചെയ്തത്. ആ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ തയ്യാറായി. KSEBയും സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസിൽ ഇപ്പോഴും അന്തിമ വിധി വന്നിട്ടില്ല. ഇതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ കേസ്, സുപ്രീം കോടതിയിലുള്ള കേസ് വിചാരണ പൂർത്തീകരിക്കുന്നതിനായി അടിയന്തരമായി സർക്കാർ ഇടപെടുകയാണ് വേണ്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനല്ല മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്. ഈ ഗൗരവം കണക്കിലെടുത്ത് ഇത്തരമൊരു ഇടപെടൽ നടത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് മഴക്കുറവുണ്ടായിട്ടുണ്ട്. മഴക്കുറവ് നേരത്തെയും ഉണ്ടായിരുന്നു. അത്തരം ഘട്ടങ്ങളിലെല്ലാം ഫലപ്രദമായ മാനേജ്മെൻറ്റിലൂടെ ലോഡ് ഷെഡിങ് ഒഴിവാക്കിയ അനുഭവം ജനങ്ങളുടെ മുന്നിലുണ്ട്. ഈ പറഞ്ഞ കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയ ശേഷവും LDF ഭരണകാലത്ത് ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടില്ല. അതെല്ലാം ഇത്തരം കരുതലുകളുടെ ഭാഗമായിരുന്നു. LDF സർക്കാർ ഒരു കരാറും റദ്ദ് ചെയ്തിട്ടില്ല. തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് മുഖ്യമന്ത്രി. സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായ റെഗുലേറ്ററി കമ്മീഷൻ, മുഖ്യമന്ത്രിക്കറിയാം, അതൊരു ക്വാസി ജുഡീഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് എന്ന്. ആ കമ്മീഷനെ രാഷ്ട്രീയമായി പക്ഷം ചേർത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലൊരാൾക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത്? സർക്കാർ നിർദ്ദേശപ്രകാരം റെഗുലേറ്ററി കമ്മീഷനെ ആ കരാർ പുനഃസ്ഥാപിക്കേണ്ടി വന്നല്ലോ. അവിടെ സർക്കാർ ആക്ട് ചെയ്തല്ലോ. എന്നാൽ അപ്പലറ്റ് ട്രിബ്യൂണൽ വിധിയെ തുടർന്നാണ് പിന്നീട് റദ്ദാക്കപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം വേണമായിരുന്നു, നടപടിക്രമങ്ങൾ പാലിക്കണമായിരുന്നു. ഇതൊന്നുമില്ലാതെ 2015 ദീർഘകാല കരാർ ഒപ്പിട്ട UDF സർക്കാരാണ് ഇതിൽ യഥാർത്ഥ കുറ്റക്കാർ. വസ്തുതകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ദുരാരോപണത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ രാജ്യമാകെ സമര തീച്ചുളയിലാണിപ്പോൾ. യുവജനങ്ങളും വിദ്യാർത്ഥികളും രാജ്യത്താകെ കടുത്ത പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ അട്ടിമറിയിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയ്ക്കെതിരെ രാജ്യത്തുടനീളം വലിയ ജനരോഷമാണ് ഉയർന്നു വന്നത്. CJPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം ഭരണകൂട ഭീകരതയെ തെല്ലും കൂസാതെ യുവാക്കൾ ശക്തവും വേറിട്ടതുമായ സമരമുറകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസങ്ങൾ നോക്കിയാൽ ഓരോ ദിവസം കഴിയും തോറും സമരത്തിൻ്റെ ഊർജം ശക്തിപ്പെടുകയാണ്, കൂടുതൽ കരുത്ത് വളർന്നു വരികയാണ്, എല്ലായിടങ്ങളിലും വ്യാപിക്കുകയാണ്. നേരത്തെ ഒരു പരിഗണനയും നൽകാതെ നിസ്സംഗത പാലിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ
പതറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിക്ക് തന്നെ അർദ്ധരാത്രി വീഡിയോ സന്ദേശം വഴി പ്രതികരിക്കേണ്ടി വന്നത്. ഈ സമരം പ്രക്ഷോഭം ആരംഭിച്ചിട്ട് മാസങ്ങളായി. പക്ഷേ പ്രധാനമന്ത്രി പൂർണ്ണ മൗനത്തിലായിരുന്നു. കുറ്റക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു. ഇപ്പോഴും യഥാർത്ഥ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റോ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല. സമരക്കാരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള ശ്രമവും അതിനിടയിൽ നടക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിരവധി കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രശ്നമാണിത്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മാനസിക പീഡനത്തിലേക്ക് തള്ളിവിട്ടതുമാണിത്. ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഒഴിയാനാവില്ല. ഇവിടെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ, പ്രക്ഷോഭകർ ഉറച്ചു നിൽക്കുകയാണ്. അത് തികച്ചും ന്യായമായ കാര്യമാണ്. ദേശീയ തലത്തിലുള്ള മത്സരാധിഷ്ഠിത പൊതുപരീക്ഷകൾ നടത്തിപ്പിനുള്ള സംവിധാനങ്ങൾ തികച്ചും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് തുടരുകയാണ്.